നമ്മുടെ കയ്യിൽ ഇനിയും മാസങ്ങളുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 5 മാസം ഇനിയും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അല്ലേ? ഹായ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ആളുകൾ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ജനുവരി 1-നും ചില മൺഡേസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവരും പറയുകയാണ് എത്ര വേഗമാണ് 2026 കഴിയുന്നതെന്ന്. അത് സത്യമാണല്ലേ, വളരെ പെട്ടെന്ന് 2026 കടന്നു പോകുകയാണ്. ബട്ട് ഇനിയും നമ്മുടെ കയ്യിൽ 5 മാസങ്ങളുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇന്നത്തെ ഈ ഒരു ജൂലൈ മാസം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ഉള്ള ഒരു ഞാനും ഡിസംബർ 31 ഉള്ള ഒരു ഞാനും എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് പ്യുവർലി എൻ്റെ ഡിസിഷനാണല്ലേ. ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ തന്നെയാണല്ലേ. നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ദിവസങ്ങളുടെ അല്ലെങ്കിൽ ഒരു പുതിയ ദിവസത്തിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഫോൺ മാറ്റി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതർവൈസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ബന്ധമൊന്നും ഉണ്ടാവില്ല. അതിലേറ്റവും ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള ഈ 5 മാസം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മൈൻഡിലുള്ള ഐഡിയാസ് ഒരിക്കലും നമ്മൾ ജസ്റ്റ് മൈൻഡിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കരുത്. അതിന് പകരം ഒരു പെന്നും പേപ്പറും എടുത്തതിന് ശേഷം നമ്മളത് എപ്പോൾ തൊട്ടിട്ടാണോ എഴുതാൻ തുടങ്ങുന്നത് അപ്പോൾ തൊട്ടിട്ട് നമ്മുടെ മൈൻഡിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാകും. സോ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പം ഉണ്ടാവുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള 5 മാസം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാം എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സക്സസ്ഫുൾ ആകാൻ അയാളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നല്ല ഭംഗിയിലുള്ള ഒരു മോർണിംഗ് റുട്ടീൻ അയാൾക്കുണ്ടാകുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ രാവിലെ നമുക്ക് വേണമെങ്കിൽ എഴുന്നേൽക്കുന്നു, ഫോൺ സ്ക്രോൾ ചെയ്യുന്നു, കിടക്കുന്നു, ഒരു ചായ കുടിക്കുന്നു, പിന്നെയും കിടക്കുന്നു, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളോട് എല്ലാവരോടും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കൂ എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ഒരുപാട് ലേറ്റ് ആവാതെ എഴുന്നേറ്റതിന് ശേഷം പിന്നീടുള്ള സമയങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്ന് അനുസരിച്ചായിരിക്കും മേ ബി നിങ്ങളുടെ ഇനിയുള്ള ഈ 5 മാസം ഉണ്ടാവുക. രാവിലെ എഴുന്നേൽക്കുന്നു, പിന്നെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കുറച്ച് നേരം ഇരിക്കുകയാണ്, ഇനി എന്താ ചെയ്യണ്ടേ എന്ന് അങ്ങനെ ആലോചിച്ചിട്ട് തന്നെ നിങ്ങളുടെ മോർണിംഗ് പോകും. അതിന് പകരം എപ്പോഴും പറയുന്നത് പോലെ തലേന്ന് തന്നെ കൃത്യമായിട്ട് അടുത്തൊരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മുടെ മോർണിംഗ് എപ്പോഴും നമ്മുടെ കൺട്രോളിൽ കിട്ടുന്ന പോലെ വേണം ചെയ്യാൻ വേണ്ടി. ഫസ്റ്റത്തെ ഒരു 10 ദിവസം നിങ്ങൾക്ക് നല്ല ഡിഫിക്കൽട്ടി ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ 10 days വാസ് സോ ഡിഫിക്കൾട്ട്. കാരണം നമ്മൾ ചെയ്ത് ശീലമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ആ 10 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നു, നിങ്ങൾ നടക്കുന്നു. ഞാൻ പറയാറ്, എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, രാവിലത്തെ സൺലൈറ്റ് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ബോഡിയിലോട്ട് നിങ്ങൾക്ക് കിട്ടുന്നോ അത് നല്ലൊരു കാര്യമാണ്. ആ ഡേ നിങ്ങൾ വളരെ ഫ്രഷായിട്ട് നിങ്ങളെ കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ അപ്പോൾ രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ നിങ്ങൾ എപ്പോഴും ലൈഫിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത്, ഇനിയുള്ള ഈ 5 മാസം, അതായത് ഡിസംബർ 31 വരെ എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം എൻ്റെ ലൈഫിൽ എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാകുക എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ പുതിയതായിട്ട് ചേരണം എന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മേ ബി ഒരു 2026 ജൂലൈ മാസം കഴിയാറായല്ലോ, ഇനി ഞാൻ 2027 തുടങ്ങാം. എന്തിനാണ് നിങ്ങളുടെ ലൈഫിലത്തെ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു 5 months നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്? സ്റ്റാർട്ട് നൗ. നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ വേണ്ടിയിട്ട്,
നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തിനാണ് പുതിയൊരു വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കത് പറ്റുമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ടുമോറോ ഇറ്റ്സെൽഫ്. നിങ്ങൾക്ക് നാളെ തന്നെ അത് തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടാണ് പലപ്പോഴും നമുക്കിങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മൾ 2026 ജനുവരി 1 എടുത്തു വെച്ച, നമ്മൾ ആ കൊല്ലത്തേക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച ആ കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുക. മേ ബി നിങ്ങളൊരു ഫെബ്രുവരി വരെ അത് ഫോളോ ചെയ്ത ആൾക്കാരായിരിക്കും. പിന്നീട് നിങ്ങളുടെ ലൈഫിൽ വന്ന പ്രഷേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടോ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാ മനുഷ്യൻ്റെ ലൈഫും ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു എക്സാം വന്ന് നമ്മൾ അതുവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുവന്ന പല കാര്യങ്ങളും നമുക്കൊരു എക്സാം വരുന്നതോട് കൂടി ചെയ്യാൻ വേണ്ടി പറ്റില്ല. മേ ബി ഇപ്പം ഞാൻ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 15 ദിവസത്തോളം ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കറക്റ്റ് എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നത്. സോ എനിക്ക് പക്ഷെ കൺസിസ്റ്റൻസി വിടരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ വീക്ക്ലി ത്രൈസ് അല്ലെങ്കിൽ 4 പ്രാവശ്യമൊക്കെ വീഡിയോ ഇടുന്നത്. എക്സാം വരെ ഇങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട്. ബിക്കോസ് എനിക്ക് വളരെ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ എക്സാമിന്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലോട്ട് പെട്ടെന്ന് വരുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു പിടി വിട്ടു പോകും. പക്ഷേ തിരിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഈസി എന്ന് പറയുമ്പം ഒരു 6 മാസമായിട്ട് ഫുള്ള് മെസ്സായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നാളെ മുതൽ നന്നാവാം, അങ്ങനെയല്ല. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലൊക്കെ കാര്യമുണ്ടോ എന്നുള്ളത്. ബട്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇതിൽ വളരെയധികം കാര്യമുണ്ട്. ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു കാര്യം. ബിക്കോസ് വിഷൻ ബോർഡ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു ടോപ്പിക്കാണ് അല്ലേ. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും. ബട്ട് അതിനേക്കാളും ഉപരിയായിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടുതലായിട്ടും നമ്മളെ ഒന്നുകൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ളത്, എൻ്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ChatGPTയിലാണ് എൻ്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ChatGPTക്ക് എൻ്റെ ഈ വർഷത്തെ ഗോളുകളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ChatGPTയെ കൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ വളരെ ചെറിയൊരു സമയം കൊണ്ട് നമുക്കത് ചെയ്ത് കിട്ടും. അതിനുശേഷം ഞാൻ അതെൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. സോ എപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫോൺ തുറക്കുന്ന സമയത്തൊക്കെ ഞാൻ കാണുന്നത് ഈ വിഷൻ ബോർഡാണ്. ഒത്തിരി പേര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ റൂമിൽ വാളിൽ വെക്കുമെന്നൊക്കെ. നല്ല കാര്യമായിരിക്കും. ബട്ട് നമ്മൾ ആ ഒരു കോർണറിലോട്ട് നമ്മുടെ ശ്രദ്ധ എത്രത്തോളം പോകും എന്നെനിക്കറിയില്ല. അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, എനിക്ക് തോന്നിയത് ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഫോൺ നമ്മൾ ഒരു ദിവസം എത്ര തവണ ഉപയോഗിക്കും? സോ അത്രയും തവണ നമുക്ക് ഇത് കാണുന്നതോടുകൂടി നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് പോലും മറന്നുപോയ കാര്യങ്ങൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ, ഓ ഞാൻ ഈ വർഷം ഇത് വിചാരിച്ചിരുന്നല്ലോ, അയ്യോ ഇതിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന ഒരു തോട്ട് മതി മേ ബി നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഡിസിഷനിലോട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഓഗസ്റ്റ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കുക എന്നുള്ളത്. ഈ തോട്ട് തന്നെ ഫസ്റ്റ് മാറ്റുക. ആരാണ് പറഞ്ഞത്? മേ ബി നിങ്ങൾ ഈ ഒരു ഇത്രയും മാസം ഒരു 7 months നിങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടാവും. ബട്ട് അത് ഓക്കെയാണ്, അതൊരു പ്രശ്നമില്ല. ബട്ട് ഇനിയും ഇപ്പം ഞാൻ ഈ സംസാരിക്കുക നിങ്ങൾ കേട്ടിട്ടും പിന്നെയും നിങ്ങൾ നിങ്ങളുടെ പഴയ ലൈഫിലേക്ക് തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത്. ഇപ്പം നമുക്കൊരു കാര്യം സമയമില്ലാത്തത്, കൃത്യമായിട്ട് നമ്മളൊരു ഭയങ്കര തിരക്കിലോ ഒരു ഹോസ്പിറ്റൽ കേസിലോ എക്സാമിലോ ഒക്കെ പെട്ടിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാത്തതും നമ്മൾ വെറുതെ മടി പിടിച്ച് വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാത്തതും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക. ഇനിയിപ്പോൾ ഒരു ട്രെൻഡ് വരും, നമ്മുടെ ഒരു ഡിസംബർ ആകുമ്പോഴത്തേനും കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ കൊല്ലം അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് കിട്ടിയ അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. സോ അതൊക്കെ കാണുന്നൊരു സമയത്ത് നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത് നമ്മുടെ ലൈഫിൽ. ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും പേർക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് എത്ര അച്ചീവ്മെൻറ്റ് ഒരു കൊല്ലം കിട്ടി എന്നുള്ളതല്ല നമ്മുടെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്ന കാര്യം. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന് ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഏതൊരു കാര്യമായാലും എല്ലാവർക്കും എല്ലാ കാര്യത്തിലും 100%, 60%, 50% ഒന്നും സക്സസ് കിട്ടിയെന്ന് വരില്ല. ബട്ട് നമ്മൾ ട്രൈ ചെയ്തോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കുള്ളിലൊരു കുത്തലുണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ട്രൈ ചെയ്തു, കിട്ടിയില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഒരു തുള്ളി പോലും നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യാതെ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനം വല്ലാത്തൊരു വർഷമായിരുന്നു, പൊട്ടക്കൊല്ലമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമുക്ക് തന്നെ നമ്മൾ കുറച്ച് മോശമായിട്ടാണോ ഈ വർഷം പെരുമാറിയത് എന്ന് ചിന്തിക്കാനുള്ളൊരു ഇട വരുത്തരുത്.
സോ ഇത്ര നേരം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കൊല്ലം നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോളുകൾ ഇനിയും എഴുതാൻ വേണ്ടി സമയമുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു കൊല്ലം അവസാനം ആകുമ്പോഴത്തേനും അത് ഫുള്ള് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെയാണ്. ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് 5 മാസമൊക്കെ ധാരാളമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ. സോ ഈ ഒരു 5 മാസം ബിൽഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇയർ ആയിട്ട് നിങ്ങൾ കാണുക. ഇതുവരെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ. സോ ഇതുവരെ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുന്നോട്ട് പോവുക. വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഈ വർഷം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ ഇതുവരെ ഒന്നും ചെയ്തു തുടങ്ങാത്തവർ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, ഗോളുകളെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധം നമുക്ക് തന്നെ ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടൊരു മോർണിംഗ് റുട്ടീൻ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മോർണിംഗ് റുട്ടീനിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ കാരണം? ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ആ രാവിലെയാണ് നമ്മൾ ആ ഒരു ദിവസം എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ഒരു വൈകുന്നേരം ഒരു 8 മണിക്ക് ഇരുന്നിട്ട് ഇനിയുള്ള ഇത്രയും മണിക്കൂറുകൾ ഞാൻ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് രാവിലെ അല്ലെങ്കിൽ തലേന്ന് പിറ്റേന്നേക്കുള്ള ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്ത് ശീലിച്ച് വരുന്നത്. സോ എല്ലാവർക്കും ഒരുപോലെ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ മാറ്റുക. നിങ്ങൾ കുറച്ചുകൂടെ ഗ്രേറ്റ്ഫുൾ ആവുക, ഫോക്കസ് ആവുക. ഒരു ഡ്രീം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റീസൺസ് കൊണ്ട് അത് നടക്കില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് നടത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ചിന്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.